വയനാട്ടിൽ ഒരു നിരപരാധിയായ മനുഷ്യന് 17 ദിവസമാണ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ചാരായവും സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചുവെന്നായിരുന്നു കേസ്. 17 ദിവസം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ പ്രതി പോലീസിന് മുൻപിൽ കിട്ടി. നിരപരാധിയെ ജയിൽ മോചിതനാക്കി. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ശിക്ഷിക്കേണ്ടത് ആരെയാണ്? പുൽപ്പള്ളി കാനാട്ടുമലയിൽ തങ്കച്ചൻ 17 ദിവസമാണ് വൈത്തിരിയിലെ ജയിലിൽ കഴിഞ്ഞത്. നിരപരാധിയെന്ന് മനസ്സിലായപ്പോൾ ജയിൽ മോചനം ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകിയിരുന്നു. അങ്ങനെ 17 ദിവസത്തിനു ശേഷം ഒരു നിരപരാധി ജയിൽ മോചിതനായി. പുൽപ്പള്ളി പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ പറ്റിയ പിഴവാണ് തങ്കച്ചനെ ജയിലിലാക്കിയത്. തന്നെ കുടുക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയുന്നു തങ്കച്ചൻ. നിരപരാധിയാന്ന് നമുക്കറിയാം, നമ്മൾ പറയുന്നവർ വിശ്വസിക്കുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല സാറേ ജയിൽ. പന്നി വളർത്തുന്ന പോലെ നേരത്തെ ഭക്ഷണമുണ്ട്, കടന്നുറങ്ങിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മലയാള പത്രത്തിലെല്ലാം വന്നു, ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ് എല്ലാ ചാനലിലും വിട്ടിരുന്നു ആ വ്യക്തിയെ അയാളുടെ അടുത്തുനിന്ന് ഞാൻ 2010 ഫോട്ടോ എടുത്തിരുന്നു. അയാൾ സ്റ്റുഡിയോക്കാരനും കൂടിയാണ്. ആ ഫോട്ടോ കമ്പ്യൂട്ടറിൽ ഇട്ടും കൊണ്ട് 1040 എന്നൊരു നമ്പർ തന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്പർ പറഞ്ഞാൽ മതി, എൻ്റെ അനുവാദമില്ലാതെ ആ ഫോട്ടോ എടുത്തിട്ടാണ് പുള്ളി പത്രത്തിൽ വാർത്ത ഇട്ടത്. അപ്പോൾ അതിനെതിരെ എന്ത് നിയമ നടപടി ചെയ്യാൻ പറ്റും? എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ അങ്ങനെ അയാൾ വിശ്വസിച്ചാണ് നമ്മുടെ ഫോട്ടോ അയാൾ ഇതിൽ വെക്കുമ്പോൾ എടുക്കുന്നത്. അതെടുത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് സത്യസന്ധമല്ലാത്തൊരു കാര്യത്തിന്. തങ്കച്ചൻ്റെ വീട്ടിലെ പോർച്ചിൽ നിന്നും മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തുകയായിരുന്നു. കണ്ടെത്തിയത് വീട്ടിൽ നിന്നാണെന്നിരിക്കെ പ്രതി തങ്കച്ചൻ തന്നെയാണെന്ന് പോലീസ് അങ്ങ് ഉറപ്പിച്ചു. ഇതിനു പിന്നാലെയാണ് അറസ്റ്റ്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയെന്ന സ്ഥിരം പല്ലവിയും പോലീസ് കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ കുടുംബം ഗൂഢാലോചനയും സംശയിക്കുന്നുണ്ട്. പോലീസുകാർ കൃത്യമായി ഇടപെട്ടെങ്കിലും ഇങ്ങനെ നിരപരാധി ആണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇതാരാ ഇത് വിളിച്ചു പറഞ്ഞതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് കള്ളക്കേസാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ ചേട്ടൻ നിരപരാധിയാണെന്ന് അറിഞ്ഞ് പോലീസുകാർ കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ അന്ന് ചേട്ടയ്ക്ക് ജാമ്യം കിട്ടിയാണ്. ഇത് ഈ സംഭവം ചേട്ടയ്ക്ക് കൊണ്ടുവെക്കാനാണെങ്കിൽ എവിടെയൊക്കെ കൊണ്ടുവെക്കാം. ഞങ്ങൾക്ക് പഴയ വീടുണ്ട്, തൊഴുത്തുണ്ട്, ആട്ടുംകൂടുണ്ട്, പഴയ ബാത്റൂമുണ്ട്, എവിടെയൊക്കെ കൊണ്ടുവെക്കാം. ഇത് തുറന്ന സ്ഥലത്തുമാണ് കൊണ്ടുവെക്കേണ്ടത്. ഇത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പെടുത്താൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്ത കള്ളക്കേസാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ചേട്ടനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം എല്ലാവരുടെയും കൂടെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്നതാണ്. 17 ദിവസത്തിനു ശേഷമാണ് മരക്കടവ് പുത്തൻ വീട്ടിലെ പി പ്രസാദാണ് യഥാർത്ഥ പ്രതിയെന്ന് പോലീസ് കണ്ടെത്തുന്നത്. തങ്കച്ചന്റെ കാറിന് താഴെ വയ്ക്കാൻ കർണാടകയിൽ പോയി മദ്യം വാങ്ങിയത് പ്രസാദായിരുന്നു. പ്രസാദ് നടത്തിയ ഓൺലൈൻ പണമിടപാടും പോലീസ് തെളിവായി ശേഖരിച്ചു. പ്രസാദ് മാത്രമല്ല കുറ്റക്കാരനെന്നും കൂടുതൽ പ്രതികളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം നൽകിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് പുൽപ്പള്ളി പോലീസിന്റെ നീക്കം. ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം ഓർത്തുപോവുകയാണ്. അറസ്റ്റിനു മുൻപുള്ള ഇഴകീറി പരിശോധന നമ്മുടെ പോലീസുകാർ മറന്നു പോകരുത്. പ്രസാദിനൊപ്പമുള്ള മറ്റു പ്രതികളെയും ഉടൻ പിടികൂടണം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.